H4 ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം ആളുകൾ കാത്തിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പുതിയതായി കുറച്ച് ആളുകളെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് ഇതിൽ അംഗമാകാൻ കഴിയുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൽ ചേരുന്നത് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഒപ്പം തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക. 5 ലക്ഷം രൂപ വീതം ചികിത്സാ സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാരെയും കുടുംബ വരുമാനം കണക്കിലെടുക്കാതെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. 4.5 കോടി കുടുംബങ്ങളിലെ 6 കോടിയോളം വരുന്ന മുതിർന്ന പൗരന്മാരെ 5 ലക്ഷം രൂപ പരിരക്ഷയുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് അത് തുടരുകയോ അല്ല എങ്കിൽ പുതിയത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാവുന്നതാണ്. അർഹരായവർക്ക് ഉടൻ തന്നെ വ്യക്തിഗത കാർഡ് വിതരണം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഈ പദ്ധതിക്ക് വേണ്ടി 3437 കോടി രൂപയുടെ അധിക ചെലവാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 70 വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ABPMJAYയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്തായിരിക്കും ആനുകൂല്യം ലഭ്യമാക്കുക. നിലവിൽ ആയുഷ് ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാകും ഇതുവഴി ലഭിക്കുന്നത്. അധികമായി ലഭിക്കുന്ന 5 ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ 70 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാൻ സാധിക്കുന്നതല്ല. ഇനി സ്വകാര്യ പോളിസി എടുത്തവർ എന്തു ചെയ്യും? കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന 70 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി തിരഞ്ഞെടുക്കുകയോ ചെയ്യാവുന്നതാണ്. സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിലുള്ള 70 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിലവിൽ 12.34 കോടി കുടുംബങ്ങളിലെ 55 കോടി ആളുകൾ പങ്കാളികളാണ്. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരെയും സൗജന്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇനി നിങ്ങൾ ഈ പദ്ധതിക്ക് അർഹരാണോ എന്ന് എങ്ങനെ അറിയാം? ഇതിനുവേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആം ഐ എലിജിബിൾ എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കണം. തുടർന്ന് മൊബൈൽ നമ്പറും അതിനുശേഷമുള്ള ക്യാപ്ച കോഡും നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നമ്പർ നൽകും. ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം OTP വെരിഫിക്കേഷൻ നടത്തുക. തുടർന്ന് വരുന്ന പേജിൽ ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിൽ എലിജിബിൾ ആണോ എന്ന് അറിയുവാൻ സാധിക്കും. തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.